അധികം ആളുകൾക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കിഡ്നിയും നിങ്ങളുടെ ഹൃദയവും നിങ്ങൾ പോലും അറിയാതെ എല്ലാ ദിവസവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ ഹൃദയം കേടാണെന്ന് അവർ അറിയുന്നില്ല. എന്നാൽ ഈ ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ അവരുടെ മൂത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന ഹൃദ്രോഗത്തിന്റെ സൂചന മൂത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2023 ജേണൽ ഓഫ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ കണ്ടെത്തിയ ഒരു പഠനത്തിൽ മൂത്രത്തിൽ കുറഞ്ഞ അളവിൽ പോലും പ്രോട്ടീൻ ഉണ്ടെങ്കിൽ 50% ഹാർട്ടിന്റെ റിസ്ക് അവർക്ക് അടുത്ത 10 വർഷത്തിലുണ്ട് എന്നാണ് കണക്ക്. ഹാർട്ടിന്റെ വില കൂടിയ ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ലാതെ വെറും യൂറിൻ മാത്രം പരിശോധിച്ച് എങ്ങനെ ഹൃദ്രോഗ സാധ്യത കണ്ടെത്താമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമ്മൾ 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 1. ഹൃദയവും കിഡ്നിയും തമ്മിലുള്ള ബന്ധം. ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിൽ 20% കിഡ്നിയിലേക്കാണ് പോകുന്നത്. കിഡ്നി ഈ രക്തം ശുദ്ധീകരിച്ച ശേഷം തിരിച്ചുവിടുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഹാർട്ടിന് സ്ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കിഡ്നിക്ക് ഒരു സ്ട്രഗിൾ ആയിട്ട് മാറുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഹൃദയത്തിന് ഒരു അപകടമോ സ്ട്രെയിനോ വരികയാണെങ്കിൽ അത് കിഡ്നിയുടെ പരിശ്രമം കൂട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ കിഡ്നി എന്ന ഫിൽറ്ററിന് കേട് സംഭവിക്കുന്നു. ആ അരിപ്പയിലൂടെ വലിയ വലിയ പ്രോട്ടീൻ കട്ടകൾ യൂറിനിലേക്ക് വരികയാണ്. രണ്ടാമത്തെ കാര്യം പ്രോട്ടീനൂറിയ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ കിഡ്നി ബ്രേക്ക് ഡൗൺ ആവുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണമാണ്. സാധാരണഗതിയിൽ പ്രോട്ടീൻ മൂത്രത്തിൽ കാണാനേ പാടില്ല. ഏറ്റവും കുറഞ്ഞ അളവിൽ പ്രോട്ടീൻ ലീക്ക് ചെയ്യുന്ന മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്ന അവസ്ഥ ഒരു ലക്ഷണവും പുറമേക്ക് ഉണ്ടാക്കില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ മൈക്രോ ആൽബുമിനൂറിയ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹൃദ്രോഗത്തിനുള്ള സാധ്യതയും സ്ട്രോക്കിനുള്ള സാധ്യതയും 2 ഇരട്ടിയിലധികമാണ്. മൂന്നാമതായിട്ട് ഏതൊക്കെ യൂറിൻ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്? അതിൽ ഏറ്റവും പ്രധാനം യൂറിൻ ACR അഥവാ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ. ഇതെന്താണ്? മൂത്രത്തിലൂടെ എത്ര വേസ്റ്റ് പോകുന്നതിനെ അപേക്ഷിച്ച് എത്ര പ്രോട്ടീൻ പോകുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു അനുപാതം. ഇത് 30 കൂടുതലാണെങ്കിൽ കിഡ്നിക്കും ഹൃദയത്തിനും കേടാണ്. രണ്ടാമത്തത് എസ്റ്റിമേറ്റഡ് GFR അഥവാ EGFR. ഇത് കിഡ്നിയുടെ ഒരു ഫിൽറ്ററിംഗ് കപ്പാസിറ്റി അളക്കുന്ന ടെസ്റ്റാണ്. EGFR ഓരോ 15% കുറയുന്നതും ഹാർട്ടിന്റെ റിസ്ക് 40%-ലധികം കൂട്ടുന്നുണ്ട്. മൂന്നാമത്തത് മൂത്രത്തിലൂടെ എത്ര സോഡിയം പുറത്തേക്ക് പോകുന്നുണ്ട്, എത്ര പൊട്ടാഷ്യം പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് അറിയുന്ന ടെസ്റ്റുകൾ. സോഡിയം 3 ഗ്രാമിൽ കൂടുതലായിട്ട് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് ഹാർട്ടിന് അപകടമാണ്. അതുപോലെ തന്നെ മൂത്രത്തിലെ പൊട്ടാഷ്യത്തിന്റെ അളവ് കുറവാണെങ്കിലും അത് അപകടമാണ്. ചില ആളുകൾക്ക് യൂറിൻ സിസ്റ്റാറ്റിൻ C എന്ന് പറയുന്ന ടെസ്റ്റ് വളരെ നേരത്തെ കിഡ്നിയുടെ ഡാമേജ് കണ്ടെത്താൻ സഹായിക്കും. നാലാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം കുറയുന്ന സമയത്ത് കിഡ്നി ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. റെനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയാണ്. സ്ഥിരമായിട്ട് ഹാർട്ട് ഫെയിൽ ആയ ആളുകൾക്ക് ഈ റെനിൻ എന്ന് പറയുന്ന ഹോർമോൺ സ്ഥിരമായിട്ട് കൂടി നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് ഒരു പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ആയി മാറുന്നു. ഇത് ഹാർട്ടിന് വളരെ അപകടമാണ്. അതുകൊണ്ടാണ് ഈ റെനിൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മരുന്നുകളെ ബിപിക്കായിട്ടും ഹാർട്ടിനായിട്ടും കിഡ്നിക്ക് വേണ്ടിയും ഡോക്ടർമാർ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഷുഗറോ പ്രഷറോ കിഡ്നിയുടെ പാരമ്പര്യ അസുഖമോ ഉള്ള വ്യക്തികളാണെങ്കിൽ ഞാൻ പറയുന്ന ടെസ്റ്റുകൾ യൂറിനിൽ ചെയ്യുന്നത് നന്നായിരിക്കും. യൂറിൻ ACR, രണ്ടാമത്തത് ക്രിയാറ്റിൻ നോക്കുക, എന്നിട്ട് EGFR കണക്ക് കൂട്ടുക. EGFR കണക്ക് കൂട്ടാൻ ഇന്റർനെറ്റിൽ കാൽക്കുലേറ്റ് EGFR എന്നടിച്ചാൽ മതി. മൂന്നാമത്തത് ചില ആളുകളെങ്കിലും യൂറിൻ സോഡിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം നോക്കുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും വാണിംഗ് അടയാളങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം മൂത്രത്തിലെ പത 30 സെക്കൻഡിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് രാത്രി 2 തവണയിൽ കൂടുതൽ മൂത്രമൊഴിക്കാൻ നിങ്ങൾ നീക്കുന്നുണ്ടെങ്കിൽ അത് ചിലർക്കെങ്കിലും ഹാർട്ട് അപകടത്തിൽ പോകുന്നതിന്റെ അടയാളമാവാം. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കാലിൽ വിട്ടുമാറാത്ത നീരുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കാം. ഇനി കിഡ്നിയും ഹൃദയത്തെയും സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? BP നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, പ്രമേഹം കൺട്രോൾ ചെയ്യുക, ഉപ്പിന്റെ അളവ് കുറയ്ക്കുക, പൊട്ടാഷ്യം നോർമൽ അളവിൽ കൊണ്ടു നടക്കുക, വളരെ പ്രധാനമാണ്. റെഗുലർ ആയിട്ട് എക്സർസൈസ് ചെയ്യുക. അതെ, കിഡ്നിക്ക് എക്സർസൈസ് നിർബന്ധമാണ്. ഷുഗറോ പ്രഷറോ ഉള്ളവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളിൽ ആരെങ്കിലും യൂറിൻ ACR ഉം EGFR ഉം എല്ലാ വർഷവും നോക്കാറുണ്ടോ? കമന്റ് ചെയ്യുക.